ഇത് എത്ര കാലമെടുക്കും? ഡോക്ടർ ജോ വിറ്റാലെ. ആളുകൾ സാധാരണയായി ആലോചിക്കുന്ന മറ്റൊരു കാര്യം ആ കാർ, ആ ബന്ധം അല്ലെങ്കിൽ ആ പണം പ്രത്യക്ഷമാകാൻ എത്ര സമയമാകും എന്നതാണ്. അതിന് 30 മിനിറ്റ് അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 30 ദിവസം എന്നൊക്കെ പറഞ്ഞു തരാൻ ഒരു നിയമാവലിയൊന്നുമില്ല. അത് നിങ്ങളും പ്രപഞ്ചവും തമ്മിൽ പൊരുത്തപ്പെടുന്നതിനെ ആശ്രയിച്ചിരിക്കും. സമയം എന്നത് വെറും മിഥ്യയാണ്. ഐൻസ്റ്റീൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായാണ് നിങ്ങൾ ഇത് കേൾക്കുന്നതെങ്കിൽ ഇത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമുള്ള ആശയമായി തോന്നാം. കാരണം എല്ലാം ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് എന്ന ക്രമത്തിൽ സംഭവിക്കുന്നതായാണ് നിങ്ങൾ കാണുന്നത്. എന്നാൽ ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞരും ഐൻസ്റ്റീനും പറയുന്നു എല്ലാം ഒരുമിച്ചാണ് സംഭവിക്കുന്നതെന്ന്. സമയം എന്നൊന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ, ആ ആശയം നിങ്ങൾ അംഗീകരിച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഭാവിയിൽ എന്തുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് അപ്പോൾ തന്നെ ഉണ്ട് എന്ന്. സമയം എന്ന വ്യത്യാസമില്ലാതെ എല്ലാം ഒരുമിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളും നിങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നതും ചേർന്നുള്ള സമാന്തരമായ ഒരു അവസ്ഥ ഇപ്പോൾ തന്നെ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാക്ഷാത്കരിക്കുവാൻ പ്രപഞ്ചത്തിന് സമയം ആവശ്യമില്ല. എങ്കിലും എന്തെങ്കിലും കാലതാമസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അനുഭവിക്കാൻ, അറിയാൻ, വിശ്വസിക്കാൻ കഴിയുന്ന സ്ഥാനത്ത് എത്താൻ നിങ്ങൾ വൈകുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റേതിന് സമമായ തരംഗദൈർഘ്യത്തിൽ നിങ്ങൾ എത്തുക എന്നതാണ് കാര്യം. നിങ്ങൾ ആ തരംഗദൈർഘ്യത്തിൽ എത്തിയാൽ നിങ്ങൾ ആഗ്രഹിച്ചത് പ്രത്യക്ഷപ്പെടും. ബോബ് ഡോയിൽ. പ്രപഞ്ചത്തിന് വലിപ്പം ഒരു പ്രശ്നമല്ല. ശാസ്ത്രീയമായ ഒരു തലത്തിൽ നമ്മൾ വളരെ ചെറിയ ഒരു അണുവിട മാത്രം വലിപ്പമുള്ളത് എന്ന് കണക്കാക്കുന്ന ഒന്നിനെ ആകർഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസമുള്ള കാര്യമല്ല വളരെ വലുതെന്ന് നാം കരുതുന്ന ഒന്നിനെ ആകർഷിക്കുന്നത്. പ്രപഞ്ചം എല്ലാം പ്രയത്നം കൂടാതെയാണ് ചെയ്യുന്നത്. ഒരു പുൽക്കൊടിക്ക് മുളച്ചു വളരുവാൻ കഠിനാധ്വാനം ആവശ്യമില്ല. പ്രയത്നരഹിതമായി സംഭവിക്കുന്നതാണ് അത്. അതാണ് മഹനീയമായ രൂപകൽപ്പന. നിങ്ങളുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് കാര്യം. ചില കാര്യങ്ങളെ വിലയിരുത്തി ഇത് വലിയതാണ്, കുറേ സമയമെടുക്കും, അല്ലെങ്കിൽ ഇത് എത്രയോ ചെറുതാണ്, ഇതിനൊരു മണിക്കൂർ മതിയാകും എന്നൊക്കെ നമ്മൾ പറയും. അതെല്ലാം നമ്മൾ നിർവചിക്കുന്ന നിയമങ്ങളാണ്. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളൊന്നുമില്ല. ഇപ്പോൾ അതുണ്ട് എന്ന വികാരം നിങ്ങൾ പ്രകടിപ്പിച്ചാൽ പ്രപഞ്ചം പ്രതികരിക്കും, അതെന്തു തന്നെ ആയാലും. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം സമയം എന്നതില്ല, വലിപ്പം എന്നതും ഇല്ല. ഒരു രൂപ പ്രത്യക്ഷമാക്കുന്നത് പോലെ തന്നെ എളുപ്പമാണ് ഒരു കോടി രൂപ പ്രത്യക്ഷപ്പെടുത്തുന്നത്. ഒരേ പ്രക്രിയ തന്നെയാണ് രണ്ടിലും. അതിലൊന്ന് വളരെ എളുപ്പത്തിൽ നടക്കുന്നു, മറ്റേത് വളരെ സമയമെടുക്കുന്നു എന്നതിൻ്റെ ഒരേ ഒരു കാരണം 1 കോടി രൂപ എന്നത് വളരെയേറെ പണമാണെന്നും 1 രൂപ എന്നത് വളരെ നിസ്സാരമാണെന്നും നിങ്ങൾ ചിന്തിച്ചതാണ്. ബോബ് ഡോയിൽ. ചിലർക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു കപ്പ് കാപ്പി പോലെ എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ തുടങ്ങാൻ നമ്മൾ പറയുന്നത്. നിങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം ഒരു കപ്പ് കാപ്പി ആകർഷിച്ചു വരുത്തുക എന്നതാവട്ടെ. ബോബ് പ്രോക്ടർ. വളരെ കാലമായി കണ്ടിട്ടില്ലാത്ത ഒരു പഴയ സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്ന ഒരു ചിത്രം സങ്കല്പിക്കുക. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആരെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ആ വ്യക്തി നിങ്ങളെ ഫോണിൽ വിളിക്കും, അല്ലെങ്കിൽ അയാളുടെ കത്ത് കിട്ടും. ആകർഷണ തത്വം നിങ്ങൾക്ക് നേരിൽ കണ്ട് അനുഭവിക്കാൻ ഒരു എളുപ്പവഴിയാണ് ഏതെങ്കിലും ഒരു ചെറിയ കാര്യം കൊണ്ട് തുടങ്ങുക എന്നത്. കൃത്യമായും അങ്ങനെ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഞാൻ പറയാം. രഹസ്യം ചലച്ചിത്രം കണ്ട ശേഷം ഒരു ചെറിയ കാര്യത്തിൽ തുടങ്ങാൻ അയാൾ തീരുമാനിച്ചു. അയാൾ മനസ്സിൽ ഒരു തൂവലിൻ്റെ ചിത്രം സൃഷ്ടിച്ചു. അതിന് അനന്യമായ സവിശേഷതയും നൽകി. ഈ തൂവൽ കണ്ടാലുടനെ ആകർഷണ തത്വത്തെ ബോധപൂർവം പ്രയോഗിച്ച് താൻ വരുത്തിയ തൂവലാണ് അത് എന്ന് തിരിച്ചറിയാനുള്ളൊരു അടയാളം അതിൽ വെച്ചു. 2 ദിവസത്തിന് ശേഷം അയാൾ ന്യൂയോർക്ക് നഗരത്തിലെ ഒരു തെരുവിലുള്ള ഒരു വലിയ കെട്ടിടത്തിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, അയാൾ വെറുതെ താഴോട്ടൊന്ന് നോക്കി. അയാളുടെ കാൽക്കൽ ന്യൂയോർക്ക് നഗരത്തിലെ ആ വൻ കെട്ടിടത്തിൻ്റെ കവാടത്തിൽ ഒരു തൂവൽ കിടക്കുന്നു. ഏതെങ്കിലും ഒരു തൂവലല്ല, അയാൾ മനസ്സിൽ സങ്കല്പിച്ച അതേ തൂവൽ. അയാൾ അതിനു കൊടുത്ത അടയാളമടക്കം അതിലുണ്ടായിരുന്നു. ഇത് ആകർഷണ തത്വം അതിൻ്റെ എല്ലാ മഹത്വത്തോടും കൂടി പ്രവർത്തിച്ചതാണെന്ന് ആ നിമിഷത്തിൽ സംശയലേശമന്യേ അയാൾക്ക് ബോധ്യമായി. സ്വന്തം മനസ്സിൻ്റെ കഴിവുകൊണ്ട് ആഗ്രഹിക്കുന്നതിനെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള വിസ്മയിപ്പിക്കുന്ന കഴിവ് അയാൾ തിരിച്ചറിഞ്ഞു. പൂർണ്ണ വിശ്വാസത്തോടെ അയാൾ ഇപ്പോൾ കൂടുതൽ വലിയ കാര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഡേവിഡ് ഷിർമർ. നിക്ഷേപ പരിശീലകൻ, അധ്യാപകൻ, സാമ്പത്തിക വിദഗ്ധൻ. ഞാൻ പാർക്കിംഗ് സ്ഥലം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ആളുകൾ അത്ഭുതപ്പെടാറുണ്ട്. രഹസ്യം മനസ്സിലാക്കിയ അന്നു മുതൽ ഞാനിത് ചെയ്യാൻ തുടങ്ങിയതാണ്. എനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഒരു പാർക്കിംഗ് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നത് ഞാൻ മനസ്സിൽ സങ്കല്പിക്കും. 95% ഞാൻ എത്തുമ്പോൾ മനസ്സിൽ കണ്ട പാർക്കിംഗ് സ്ഥലം അവിടെ ഉണ്ടാവാറുണ്ട്.
ഞാൻ നേരെ വണ്ടി കയറ്റിയിടും. 5% എനിക്ക് 1-2 മിനിറ്റ് കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനിടയിൽ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാർ പുറത്തു പോകും. ഞാൻ എൻ്റെ കാർ കയറ്റിയിടും. എല്ലായ്പ്പോഴും ഞാൻ ഇതാണ് ചെയ്യാറ്. എനിക്ക് എപ്പോഴും പാർക്കിംഗ് സ്ഥലം കിട്ടും എന്ന് പറയുന്ന ആൾക്ക് എപ്പോഴും അത് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അതുപോലെ തന്നെയാണ് എനിക്ക് നല്ല ഭാഗ്യമുണ്ട്, എനിക്ക് എപ്പോഴും ഓരോന്ന് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന ആൾ ഒന്നിനു പുറകെ ഒന്നായി പലതും ജയിച്ചു നേടുന്നത്. ഇത്തരം ആളുകൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ തുടങ്ങുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുൻകൂറായി സൃഷ്ടിക്കാൻ കഴിയും.